അതുപോലെ തന്നെ അഹമ്മദാബാദ് ഉണ്ടായത് AHA, നമുക്ക് 888 എന്നുള്ള AHA. ഡെന്നീസ് അവിടെ റോമിയോട് ദുബായിനോട് പോയി പ്ലെയിൻ ഇറങ്ങി വന്ന കാര്യം ഞാൻ ഗ്രൈൻഡറിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഒരു സുമുഖനായിട്ട് കത്തിട്ട് ആ ഒരു ബ്ലാക്കൊക്കെ ഇഷ്ടം, ഇന്ത്യൻസിനൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവിടുന്ന് ഓക്ലാൻഡിലാണെന്നൊക്കെ പറഞ്ഞ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അവർക്ക് എനിക്കൊരു മദാമ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവർക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട്, ഈ മക്കളുണ്ട്. പക്ഷേ അവരോട് ഉപേക്ഷിച്ച് 7 വർഷം അവിടെ ജോലി ചെയ്തു, 75 ലക്ഷത്തോളം ഒക്കെ സമ്മതിച്ചു. അത് ജസ്റ്റ് ടോക്കിന് വേണ്ടി, റിയാലിറ്റി ആക്ച്വാലിറ്റി അല്ല, അവർക്കൊരു ഫാൻറ്റസൈസേഷനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ആ ഒരു ഫാൻറ്റസൈസേഷൻ കുറച്ച് തൊട്ട് മുൻപുണ്ടായ കാര്യമാണ് പറയണത്. ഒരു 7 വർഷം കൊച്ചിയിൽ, അല്ലെങ്കിൽ മദർലാൻഡ് അമ്മ സ്ഥലം തൃശ്ശൂരാണെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇവിടെ താമസിച്ച് ഇവിടെ തന്നെ ഒരു ബിസിനസ്, ചെറുകിട ബിസിനസ് ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യുമ്പോഴേക്കും ബ്ലോക്ക് ചെയ്യാണ്. ടെലിഗ്രാം അക്കൗണ്ട് തുടങ്ങണം, തരണോന്ന് ചോദിക്കുമ്പോൾ അക്കൗണ്ട് അവർ തരുമെന്ന് ചോദിക്കുമ്പോൾ ടെലിഗ്രാം അക്കൗണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കി. ചില ആവശ്യങ്ങൾക്ക് ചിലർ ഡൽഹിയിലേക്ക് അക്കൗണ്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനായിട്ട് അവരുടെയും ഇവരുടെയും ആവശ്യത്തിന്. പക്ഷേ അത് വേണ്ട, നമ്മൾ ജസ്റ്റ് ഡിസ്കഷൻ, അല്ല കുടിച്ചിലൊക്കെ കിട്ടുന്ന കളങ്കമുള്ള കാര്യങ്ങളില്ല, ഡ്രഗ് അടിച്ച് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇംഗ്ലണ്ടിൽ പോകുന്ന വല്ല റെക്കമെൻഡേഷൻ വഴി പോകുന്നുള്ള കാണുമ്പോൾ ഇത് പോയിട്ട് താഴോട്ട് വീഴും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അനിയൻ ബിസിനസ് ടൂർ ദുബായിക്ക് പോയിക്കാണ് റോമിനോടേക്ക്, അപ്പോൾ ഭാര്യനെ ഒറ്റയ്ക്കാണോ എൻ്റെ അടിമകൾ പോയി കോർപ്പറേഷൻ പറഞ്ഞിരുന്നു. അത് ഓർക്കാം ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഞാനൊരു ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരുന്നു, മ്യൂസിക്കിൻ്റെ ആഡ് ചെയ്യുന്നുണ്ട് ക്യാപ്റ്റന്. അപ്പോൾ ആ രീതിയിൽ ഷിപ്സ് കേരള കോസ്റ്റിൽ ഓരോന്ന് മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങൾ കേരള കോസ്റ്റിൽ വീഴുന്നത് കണ്ടിട്ടും താഴെ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ മുകേഷ് അംബാനി, നമ്മുടെ ഈ മുകേഷ് സൈനി അവർക്കൊക്കെ അലൗ ചെയ്തിട്ട് അൺവാണ്ടഡ് കേസസിന് ചെയ്തിട്ട് ഈ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ ഹോസ്റ്റലിൻ്റെ മുകളിൽ ഞാൻ ഭക്ഷണം അടിക്കുമ്പോൾ അയ്യോ ജയ ശ്രീറാം എന്നാണ് പ്ലെയിൻ തൊട്ട് മുകളിൽ വീഴുകയാണ്. ഹോസ്റ്റലിൻ്റെ മുകളിൽ രാജസ്ഥാനിൽ ഞാൻ അവിടെ നിന്നത്. എന്നിട്ട് കിട്ടേണ്ട നേരത്ത് കിട്ടുമ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ വാങ്ങണം. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ശവമായിട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ആദിവാസി ഭാര്യകളല്ലേ, നിങ്ങൾ തീട്ടും ഇതൊക്കെ എടുക്കാനും കൊണ്ടുകൊണ്ടെന്ന് പറയാനൊക്കെ അവരുണ്ട്. അതപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ ജീവനില്ലാത്തത് ആരാധിച്ച്, ഈ ജീവനില്ലാത്ത പറഞ്ഞ് നടന്ന് ശോഷിച്ച വാക്കുകൾ സ്വയം അധിക്ഷേപിച്ച് സ്വന്തം തന്തയുടെ തള്ളയുടെ മൃഗട്ടാടെ നേച്ചർ അനുകരിച്ച് സ്പൂൺ ഫീഡിങ് പോലെ അത് കണ്ടു കഴിഞ്ഞാൽ തെറ്റാന്ന് കണ്ട അത് മാറാൻ ശ്രമിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ധൈര്യമായിട്ടുള്ള ശോഷിച്ച അവസ്ഥ കാണിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമില്ലാണ്ട് ഫിസിക്കലി ചാവേണ്ടി വരും. ഓൾറെഡി ശവമായ ചെകുത്താൻ വെടികൾ ശോഷിച്ച അവസ്ഥ അനുകരിച്ച് കുമ്മുട്ടി കോഹലാൽ പോലത്തെ ചെകുത്താൻ വെടിത്തരത്തിൽ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ 120 വർഷം മുമ്പ് കണ്ടുപിടിച്ച് അതിന് മുന്നിൽ വെഡ്ഡി ഗോഷ്ടിക്ക് പ്രൂഫ് ഉണ്ടാക്കി വെച്ചാണ് ഈ വെഡ്ഡികൾക്ക് ഓൾറെഡി ശവമായ നിങ്ങൾക്ക് അതിനു വേണ്ടി വെഡ്ഡിത്തത്തിന് കൈയടിക്കാൻ പോണ ഇവിടെ അടുത്ത് അതിൻ്റെ ന്യൂസ് കേൾക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് അവരുടെ ഈ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ വെഡ്ഡി ഗോഷ്ടി കാണിച്ച് പ്രൂഫ് കാണിക്കും. വളഞ്ഞ മോന്തിയും വെച്ച് സ്ക്രീനിൽ വൈറ്റ് കാണുമ്പോൾ തന്നെ അറിയാം കൈയടിക്കും. ഞാൻ കൈയടിച്ചിട്ടില്ല, അപ്പോൾ എനിക്കറിയാം ഈ ശവമായി ജീവിക്കേണ്ടതൊക്കെ വീണ്ടും ശവമാവേണ്ട കാര്യമുണ്ട് ശവപ്പെട്ടിയിൽ പൂക്കളിട്ടിട്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക ജീവനില്ലാത്തത് ആരാധിച്ച് നടക്കുമ്പോൾ ഉള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള പെണ്ണന്മാർ കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നവർ വട്ടെന്നൊക്കെ പറഞ്ഞവർ ഞാൻ തിരിച്ച് പറയണല്ലേ, സെലക്ഷൻ ശരിയാവാണ്ട് അവർക്ക് ഉണ്ടാവണം മക്കളുടെ മോന്ത കണ്ട തന്നെ വെള്ളം കുടിക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ഈ റോമൻ കാത്തലിക് ശോഷിച്ച ഹിന്ദുസ് ശോഷിച്ച മുസ്ലിംസ് ആരെയും ഇതിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിങ്ങൾ? പറഞ്ഞാൽ 30 വർഷം അവർ കുടിച്ച് നടന്നിട്ട് പിന്നെയും അടുത്ത ദിവസം കുടിച്ച് ഗുട്കയും കഴിച്ച് ബീഡിയും വലിച്ച് ഡ്രഗ് അടിച്ച് മൂക്കുപൊടിയും വലിച്ച് എല്ലാം നടക്കണ കാര്യമില്ല. ശോഷിച്ചടഞ്ഞ് കൂടിയിരുന്നോ, അടഞ്ഞു ഇരിക്കൽ. ഈ അച്ഛന്മാരോടും കുച്ചന്മാരോടും പറഞ്ഞിട്ട് ശബ്ദം ആ രീതിയിൽ വന്നിങ്ങനെ പോയിരുന്നത് ശരിയല്ല. ഇങ്ങനെ 26 ഇങ്ങനെ വന്ന് അത് കഴിഞ്ഞ് ഓരോരുത്തർ മരിക്കണം മറിച്ചിട്ട് ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സുനാമി ഉണ്ടാകുന്നത് 14 എന്നും 21 എന്ന രീതി കാണിക്കണം. അത് പറയേണ്ട രീതി പറഞ്ഞാൽ അപ്പോൾ ആയി, അല്ലാതെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. 14/1 എന്ന ജനുവരി നടക്കേണ്ട കാര്യമില്ല. 5/1 എന്ന ഫേക്ക് ബർത്ത് ഡേറ്റ് ഉള്ളവരും 21 എന്ന രീതിയിൽ കാണിക്കണ രീതി തന്നെ April 5 50.8% എന്ന രീതിയിൽ കിട്ടി 10th-ലും 8th-ലും 10-ഉം 8 എന്ന മാസത്തിൻ്റെ കണക്ഷൻ കാണിക്കണം. അത് കാണിച്ച് ഓരോരോ 21 എന്ന രീതിയിൽ എത്തുന്നതാണ് 7/3. കാരണം 74/28 കുടമാമയുടെ ബർത്ത്ഡേക്ക് അനുസരിച്ച് ഡേറ്റാണ് 7/3/21 എന്ന രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തൊക്കെ പറഞ്ഞ്
ഫ്രീക്ക് വേണ്ടി പ്രസംഗം നടത്താം, അതിൽ മുങ്ങി എന്ന് പറയുന്ന ആൾക്കാർ. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് പാതിരികളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത് പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ പറഞ്ഞു പാതിരികളുടെ ആവശ്യമില്ല. റിപ്പീറ്റ് വിലയില്ലാണ്ട് ചെയ്ത് വിലയില്ലാണ്ടാക്കി ഓരോരോ യേശുയുടെ സാക്രിഫൈസ് വിഗ്രഹങ്ങളെയും സ്ത്രീകളെയും ഹ്യൂമൻസിനെയും അതുപോലെ മൃഗങ്ങളെ ആരാധിക്കുന്നതല്ല ശരി. അതിൽ ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, സദ്വചനങ്ങൾ ശോഷിച്ച വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കാണ്ട് പറയിപ്പിച്ച് നടന്നവർ തന്ത്രാളികൾ റിട്ടേൺ നേച്ചർ ഇവരും ആർജിക്കാൻ പഠിക്കും. അവർ വെട്ടിത്തരം പറയുമ്പോൾ അതന്നെ റിപ്പീറ്റ് ചെയ്ത എന്ത് ശവം പോലെ ജീവിച്ചവർക്ക് പിന്നെ ഫിസിക്കലി ചാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ക്ലീശവും ജിബിയും നിമ്മിയും ഒരു പെണ്ണന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ. അവർ പറയിപ്പിച്ച് നടന്നവർ നിങ്ങളുടെ പോലെ പറയിപ്പിച്ച് നിങ്ങളുടെ കൂട്ടത്തിലവർ ചത്തവരാണ്, ആയിരുന്നു കൂട്ടി ചത്ത സമയത്തിന്. അപ്പോൾ അല്ലാണെന്ന് പറഞ്ഞ് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയാൻ നിങ്ങൾ വേണ്ടി വിചാരിച്ചു. നിങ്ങൾ ചവറുകളെന്ന് തമിഴ് മലയാളികളെ ഈ വിഡിത്തം ജീവനില്ലാത്ത ആരാച്ച് പറഞ്ഞ് നടക്കുന്നത് തമ്മിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കാണ്ടാണ് പറയുന്നത് ശോഷിച്ച വാക്കിൽ തമ്മിൽ അടിയേൽപ്പിക്കണവർ 14-30 വയസ്സിൽ എന്ത് മുങ്ങി നിവർന്നൊന്നും പൂർണ്ണമായിട്ട് അറിയാണ്ട് കിട്ടേണ്ട സമയത്ത് കെട്ടിയില്ലാണ്ടായി. അവർക്ക് ശവമായി ജീവിക്കണവർക്ക് ശോഷിച്ച അവസ്ഥയിൽ മുഴുകി നടക്കണം. ജീവിക്കാന്ന് പറയാൻ പറ്റില്ല. ഫിസിക്കലി ചാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് പറയുന്നത് ശരി കറക്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ രീതിയിലല്ല കൊച്ചുമാരോട് പറയണം. തിരിച്ച് വേറെ രീതിയിൽ ഇങ്ങനെ ഒരു ബ്രോക്കൺ ലാംഗ്വേജിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ പോയെത്തി. ഇപ്പം മഴക്കാലമാണ്, അങ്ങനെ പുറത്തിറങ്ങുന്ന രീതിയിൽ സമയത്തിന് എപ്പോഴും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പറഞ്ഞാൽ അവരുടെ ബുദ്ധി അവരുടെ ഇത് മാറണം, വേണ്ടേ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. മുങ്ങി നിവരണം. ഷോർട്ട് കട്ട് മെത്തേഡ് കൊണ്ട് നടന്ന കല്ലും മണ്ണും പാറക്കല്ലും സിമൻറ്റും ടിവിയും എല്ലാം കൂടി മേത്ത് മണലും എല്ലാം ചരലും കൂടി ഇടിഞ്ഞ് പീസായ പോലെ മരങ്ങളെല്ലാം കടപുഴകി വീണ പോലെ ആവും. അപ്പോൾ സമയത്തിന് ചെയ്യാനില്ല ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്ത് അതുപോലെ തന്നെ പട്ടുസാരി കമ്പുള്ളവർക്ക് അറിയാമെന്ന് സ്പേസ് ഓക്സിജൻ മാസ്ക് ഇല്ലാണ്ട് വന്ന പോലെ ഓരോ വെഡിത്തങ്ങൾ പാതിരികൾ ഇറക്കണം. പാതിരികളുടെ ആവശ്യമില്ലാന്ന് പറയുന്നുണ്ട്. അതിന് വിലയില്ലാണ്ടാക്കി ഓരോ സാക്രിഫൈസ് ഒരു മധ്യസ്ഥനുള്ളതെന്ന് പറഞ്ഞു. രണ്ട് ജീവനില്ലാത്തതിനൊക്കെ ആരാധിച്ച് ചന്ദനത്തിരിയും എല്ലാം കൂടി അവർക്ക് വേണ്ടി മടക്കാൻ സാധിക്കും. ജൽപ്പനയും ജപമാല യഹോവയ്ക്ക് അരോചകമാണ്, ദേഷ്യ എന്നല്ല പറയണേ. എന്താ വെച്ചാൽ അരോചകം എന്താ കിട്ടേണ്ട സമയത്ത് കിട്ടുന്നു. ശോഷിച്ച ഹിന്ദുസിന് അറിയില്ല ശോഷിച്ച റോമൻ കാത്തലിക്സ് ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പഠിക്കാം. അങ്ങനത്തെ ഓരോ വെഡിത്തങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക. ഒരു കുമ്മുട്ടി മോഹൻലാൽ ഇവിടെ ഈ കൂട്ടബലാത്സംഗം, ഫാമിലി റേപ്പ്, ഫാമിലി കൊലപാതകം, കത്തിക്കുത്ത്, മറ്റേ അടിപിടി ചൊകടിച്ചാൽ ഒരു ന്യൂസ് പേപ്പറിൽ അവിടെയും പരിസരത്ത് ന്യൂസ് കേൾക്കുമ്പോൾ എന്ന് പറയണവർ ഈ സ്റ്റോറി വീഡിയോ ക്യാമറയുടെ മുന്നിൽ ഗോഷ്ടി കാണിക്കുകയാണ്. അപ്പോൾ ഈ വെഡിത്തത്തിന് പ്രൂഫാക്കില്ല. ഒരു വെഡിത്തം ചെയ്തുകൊണ്ട് വളഞ്ഞ മോന്ത വെച്ചിട്ട് പറയിപ്പിച്ച് നടക്കണമെന്ന് പറയും. അത് കൈയടിക്കാൻ സോഷ്യൽ മ്യൂസിക് ആയിട്ട് ലൈഫ് വേസ്റ്റ് ആക്കും. അത് ഈ 120 വർഷം മുമ്പ് കണ്ടുപിടിച്ച ഈ വെഡി ക്യാമറയുടെ കുറിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധി നിങ്ങൾക്കില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവില്ലെങ്കിലും അപ്പോൾ 300 മില്യൺ വർഷം മുമ്പ് ഈ എർത്ത് വെഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫ് ഉണ്ടാക്കിയില്ലല്ലോ വെച്ചാണ്. എല്ലാ വെള്ളത്തിൻ്റെ ഒഴുക്കും വാസ്റ്റ് ഓഷ്യൻ, ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്നതല്ല, എല്ലാ വക മഴയുടെ എപ്പോൾ പ്രതികരിക്കണം, എപ്പോൾ സംഭവം നടത്തണം, എപ്പോൾ എല്ലാം ചെകുത്താൻ വെടികളെ കുറിച്ചല്ല പറയണം. എപ്പോൾ എല്ലാ കളറ്, മൃഗങ്ങൾക്കുള്ള വ്യത്യാസം, അവരുടെ ശബ്ദങ്ങളുടെ വ്യത്യാസം, എല്ലാ വക സെൽസിൻ്റെ ഓരോ കണികൾക്കും വ്യത്യാസം, എപ്പോൾ റിയാക്ട് ചെയ്യണം, എപ്പോൾ എന്തൊക്കെ സന്തോഷം എല്ലാം വ്യത്യാസം ഉണ്ടാക്കണം. അതൊക്കെ മാജിക് തന്നെയാണ്. അതിന് വെഡി ക്യാമറയുടെ മുന്നിലെല്ലാം പ്രൂഫ് ഉണ്ടാക്കി വെച്ചേക്കണത്. വെഡി ക്യാമറയുടെ ഈ എന്ന് പറയുന്ന ഈ പ്രൂഫിന് കൊടുക്കുമ്പോൾ നിങ്ങളിന്ന് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. ഈ വെഡിത്തത്തിന് കൈ അടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നാണാവില്ല. ഇങ്ങനെ സ്വന്തം തന്തയുടെ തലയുടെ റിട്ടയർഡ് നേച്ചർ അതൊന്ന് തെറ്റാന്ന് മനസ്സിലാക്കി സ്പൂൺ ഫീഡിങ് സ്ട്രോങ് ആക്കി നിൽക്കാണ്ട് ആയിരുന്നു കുട്ടി വാങ്ങുന്ന രീതിയിൽ ധൈര്യം ഇല്ലാണ്ട് ശോഷിച്ച രീതിയിൽ ഒരു കുഴഞ്ഞ് ജീവിക്കാൻ പറയാൻ പറ്റില്ല. അത് ജീവിച്ചിട്ട് ധൈര്യം ഇല്ലാണ്ട് ഫിസിക്കലി ചാവേണ്ട കാര്യമുണ്ട? ഇല്ല. ശവങ്ങൾക്ക് വീണ്ടും ശവപ്പെട്ടി ഒരുക്കേണ്ട കാര്യമുണ്ട? പൂക്കൾ ഇടേണ്ട കാര്യമുണ്ട? അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടായില്ല. കൊറോണ സമയത്ത് എല്ലാത്തിനും കുമിച്ച് കൂടി പേരും വിവരമില്ലാണ്ട് എല്ലാത്തിനും ഒരുമിച്ച് കുഴിച്ച് മൂടി. അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ സമയത്തിനും കാലത്തിനും ഒരിതും ചെയ്യും, മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ രീതിയിൽ പറയേണ്ട രീതിയിൽ ഒരു ബ്രോക്കൺ ലാംഗ്വേജ് ആണെങ്കിലും പറയേണ്ട രീതി മൈക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. പറഞ്ഞ സമയത്തിൽ ഇപ്പോൾ മഴക്കാലമാണ്, പുറത്തിറങ്ങുന്ന രീതിയില്ല. പറയേണ്ട നേരത്ത് പറയും മാത്രം. ആവശ്യമുണ്ടെങ്കിലല്ലേ പറയും. അല്ലെങ്കിൽ നമുക്ക് ആരും ബോധിപ്പിക്കണമെന്ന് ആവശ്യമില്ലെങ്കിൽ അതിൻ്റെ കാര്യമില്ല.